അമ്മേ, ഇന്ന് നമ്മുടെ ഗ്രോസറി പർച്ചേസിംഗ് ഡേ അല്ലായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ വാങ്ങിച്ചെന്ന് കണ്ടാലോ? നമ്മളിങ്ങനെ ബൾക്കായിട്ടാണ് സാധനങ്ങൾ എടുക്കുന്നത്. ഒരു 2 വീക്സിലേക്ക് അല്ലെ 1 മന്തിലേക്കുള്ള സാധനങ്ങൾ ഒരുമിച്ചെടുക്കും. ഇതിൽ കൂടുതലും നമ്മൾ ഫ്രോസൺ ആയിട്ടുള്ള വെജീസ്, പിന്നെ ഫിഷൊക്കെ നമ്മൾ ഫ്രോസൺ ആയിട്ട് വരുന്നത് തന്നെ എടുക്കുന്നത്. അങ്ങനെ എന്നിട്ട് നമ്മൾ ബൾക്കായിട്ട് ഇത് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഏഷ്യൻ സ്റ്റോറിൽ പോയാണ് മീറ്റ് അങ്ങനെയുള്ളതൊക്കെ വാങ്ങുന്നത്. അത് $127. പിന്നെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് നമ്മൾ അത്യാവശ്യം വേണ്ട പൊടികൾ അങ്ങനെയുള്ളതൊക്കെ വാങ്ങി. അതൊരു $48. പിന്നെ നമ്മൾ അല്ലാതെ ബൾക്കായിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിയത് $262. അപ്പോൾ നമുക്ക് എന്തൊക്കെ വാങ്ങിയെന്ന് കാണാം. നമ്മൾ ചെസ്റ്റ് ഫ്രീസറിലാണ് സാധനങ്ങൾ വെക്കുന്നത്. നമുക്ക് ഓൾറെഡി കുറച്ച് വാങ്ങിയ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഫിഷ്, പിന്നെ ചിക്കൻ, നമ്മൾ ഫുള്ളായിട്ടുള്ള പിന്നെ വെജീസ് ഒക്കെ ഇരിപ്പുണ്ട്. നമ്മൾ ഇവിടേക്ക് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇന്ന് വാങ്ങിയത് എന്തൊക്കെയാണ് കാണാം. ഫ്രീസറിലിരുന്ന എല്ലാം നമ്മൾ ഇറക്കി. എന്നിട്ട് ഇനി പുതിയത് ലോഡ് ചെയ്യാനായിട്ട്. അപ്പം നേരത്തെ ഇരുന്ന കുറച്ച് വെജീസ്, നമ്മുടെ നാട്ടിലെ കോവയ്ക്ക ഫ്രോസൺ, പിന്നെ ചക്ക, നമ്മുടെ ഇടിച്ചക്കയില്ല, ഇടിച്ചക്ക. ഇതാണെങ്കിൽ നമ്മുടെ ചീരയാണ്. ചീര ഇങ്ങനെ ഫ്രോസൺ ആയിട്ട് വരുന്നത്. പിന്നെ അല്ലാതെ നമ്മൾ കുറച്ച് ബീഫ്, പിന്നെ കണവ ഒക്കെ ഇരിപ്പുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇനി മേടിച്ച സാധനങ്ങൾ സ്റ്റോർ ചെയ്യും. ഇത് നമ്മുടെ മുരിങ്ങയ്ക്ക, ഫ്രോസൺ മുരിങ്ങയ്ക്ക കട്ട് ചെയ്ത് വരുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ സെയിം കക്കയാണ്. ഇത് നമ്മുടെ നാട്ടിലെ ചെറിയ ചൂരയല്ലേ, കൊഴുവ. നമ്മുടെ നാട്ടിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ കിട്ടും. ഇത് നമ്മൾ പോകുമ്പോൾ ബൾക്കായിട്ട് വാങ്ങി വെക്കുക. ഇത് നമ്മൾ ഏഷ്യൻ സ്റ്റോറിൽ പോയത് വാങ്ങുന്നത്. സിലോപ്പിയ, ഇത് നമ്മൾ സിലോപ്പിയ, തിലാപ്പിയ ഇവിടെ കിട്ടുന്നു. തിലാപ്പിയ നമ്മുടെ കൊഞ്ച് ഓൾറെഡി വാങ്ങി വെച്ചിരുന്നതാണ്. സ്റ്റേക്ക്, ഫുൾ ചിക്കൻ, ഇത് ഓൾറെഡി നമ്മുടെ ഫ്രീസറിൽ ഇരുന്നതാണ്. ഫുൾ ചിക്കനാണ്, 3 പീസസ് ഉണ്ട്. ഇത് നമ്മൾ കോസ്കോയിൽ വാങ്ങി. ഈ ഫിഷിൻ്റെ പേരെന്താണെന്നറിയില്ല. ഇത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വരുന്ന ബാസ സ്റ്റേക്സ്. നമ്മുടെ തേട് പോലെ ഇരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ. നമ്മുടെ സാൽമണിൻ്റെ തലയത്. ഇത് ചിക്കൻ്റെ തൈസ് മാത്രമായിട്ട് വാങ്ങിയത്. പിന്നെ നമ്മൾ വാങ്ങിയത് എഗ്ഗ്. ഇത് 30 eggs ആണ് ഒരെണ്ണത്തിൽ. അതിന് 2 സെറ്റ്. ഇത് മത്തങ്ങ അല്ലേ അമ്മേ? ഇത് മത്തങ്ങ. പിന്നെ ഇത് നമ്മുടെ തായ് ബനാനയാണ്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്കിത് സാമ്പാറിലൊക്കെ പച്ചയായിട്ടിരിക്കുമ്പോഴും ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ വഴുതനങ്ങ, ഇതിപ്പോൾ ഒരു 4-5 പീസ് ഉണ്ട് ഇതിൽ. പച്ചമുളക്, പപ്പടം, ഇത് ശർക്കരയുടെ പൊടിയാണ്. നമ്മൾ ചുമ്മാ വാങ്ങിയൊരു ഡ്രിങ്ക്, ഫലൂഡ ഡ്രിങ്ക്, പിസ്താഷ്യോൻ്റെ ഫ്ലേവർ. പിന്നെ വാങ്ങിയത് പനീർ, 2 സെറ്റ് പനീർ. പിന്നെ നമ്മുടെ ഡേറ്റ്സ്, ഈന്തപ്പഴം, ശർക്കര വരട്ടി, പിന്നെ നമ്മുടെ പോപ്പി സീഡ്സ്, സ്നാക്കായിട്ട് വാങ്ങിയ ടീ റസ്ക്, പിന്നെ നമ്മുടെ കാഷ്നട്ടിൻ്റെ ഒരു കുക്കീസ്, പിന്നെ വീണ്ടും ഒരു റസ്ക്. ഇത് നമ്മുടെ സൂചി ഗോതമ്പ്, ക്രാക്ഡ് വീറ്റ്.
പിന്നെ ഇടിയപ്പപ്പൊടി, മൈദ, ചവ്വരി. ഇത് പഞ്ചാബീസിന്റെ തേയിലയാണ്, പക്ഷെ നല്ല തേയിലയാണ്, നല്ല ടേസ്റ്റ് ആയിട്ട് വെച്ച് ചായ ഉണ്ടാക്കിയാൽ. നമ്മുടെ എന്താ പച്ചമുന്തിരി ഉണക്കിയത്, നാരങ്ങ. ഇവിടെ നമുക്ക് ലൈമും കിട്ടും ലെമണും കിട്ടും. ഇത് ലെമണാണ്, ഇതിന് കുറച്ചുകൂടെ സ്വീറ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. പിന്നെ തക്കാളി, പിന്നെ ഇതാണ് കോക്കനട്ട് ഷ്രെഡഡ്, അല്ല നമ്മുടെ ചിരകിയ തേങ്ങ. നമ്മളിങ്ങനെ പാക്ട് സംഭവം ഇത് ഓൾറെഡി ഫ്രോസൺ ആയിട്ടുള്ളത് വാങ്ങും. ഇതും ഫ്രീസറിൽ പോകുന്നത്. സാമ്പാർ പൊടി, നമ്മുടെ ഗാർലിക്, ഇതിങ്ങനെ നമ്മൾ 3 ബൾബായിട്ട് ഉള്ളതാണ് വാങ്ങി. ഇതൊക്കെ നമുക്ക് സാലഡിനൊക്കെ യൂസ് ചെയ്യുന്ന ബേബി ക്യാരറ്റ്സ്. ഇത് നമ്മുടെ നാട്ടിലെ ചേമ്പ്, ഓറഞ്ച്, ഉഴുന്ന്. പിന്നെ നമുക്ക് സാലഡ് കുക്കുംബർ ഒരു 3 വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറി ലീവ്സ്, ഇത് ബൾക്കായിട്ട് വാങ്ങിയത്. എത്ര ഇത് കറി ലീവ്സ്, ഇത് 1 കിലോയ്ക്ക് അടുത്തുണ്ടെന്ന് തോന്നുന്നു. പാല് ഇങ്ങനെ വാങ്ങുന്നത് 4 ലിറ്റേഴ്സിൻ്റെ, അത് നമ്മൾ 2 വാങ്ങിയായിരുന്നു. പൊട്ടേറ്റോസ്, ഇത് 4-5 കിലോയുടെ പൊട്ടേറ്റോസ്. അതാണ് ഉള്ളിയും 4-5 കിലോ ആണെന്ന് തോന്നുന്നു. ആട്ട, ഇതും പഞ്ചാബി ആട്ടയാണ്, പഞ്ചാബീസിൻ്റെയാണ്. ഇത് ഒരു 10 കിലോയുടെ ആട്ട. എല്ലാം കൂടെ ടോട്ടൽ വന്നിരിക്കുന്ന ഒരു $430 ആണ്, കനേഡിയൻ ഡോളേഴ്സ്.